ഹലോ ഡിയർ എല്ലാവർക്കും, ഞാൻ അനീഫ കട്ടപ്പാറ. നമ്മൾ ഇന്ന് കേരളം ഉറ്റുനോക്കുന്ന വിഷയവും നല്ല ആകാംക്ഷയോടെ നോക്കുന്ന വാർത്തകളും നമ്മുടെ ഒരു സഹോദരി നിമിഷപ്രിയ ഒരു കൊലക്കുറ്റത്തിന്, എന്തിനേറെ നിയമപീഠം കൊലക്കുറ്റത്തിന് വിധിച്ച് കാത്തിരുന്നൊരു മോള്. നമ്മുടെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ് ആ കുടുംബത്തോടൊപ്പം രക്ഷപ്പെട്ട നാട്ടിലേക്ക് വരാൻ. അപ്പോൾ നമ്മൾ ഈ കൊലപാതകം, കൊലക്കുറ്റം എന്നൊരു ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരാൾ വീടടച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി പുറത്തു പോയി വീട്ടിലേക്ക് കയറി വരുമ്പോൾ വീട്ടിലൊരു കള്ളനിരിക്കുന്ന സന്ദർഭം നോക്കാം. ആ സമയത്ത് യാദൃശികമായിട്ട് ആ മനോവികാരം ഒന്നെങ്കിൽ കയ്യിലുള്ള കത്തി കൊണ്ടോ തോക്ക് കൊണ്ടോ അപ്പോൾ ഒരു കൊലപാതകം നടത്തിയ ഒരു കൊലപാതക. ഇത് നിമിഷപ്രിയാറിൻ്റെ മോള് നമ്മൾക്ക് വാർത്ത കേട്ടവർക്ക് എല്ലാവർക്കും അറിയാം. അത്ര സിമ്പിളായിട്ടല്ല കാര്യങ്ങൾ, അഥവാ കഷ്ണങ്ങളാക്കി നമുക്കറിയാം. അതിൻ്റെ കാര്യഗൗരവം എല്ലാവർക്കും അറിയാം. പക്ഷേ എത്ര കൊടും കുറ്റവാളിയാണെങ്കിലും നമ്മുടെ ഇന്ത്യൻ സഹോദരി നാട്ടിലേക്ക് എത്തുമെന്ന് കുടുംബത്തോടൊപ്പം ആഗ്രഹിക്കുന്നവരാണ് മൂക്ക് താഴെയുള്ള എല്ലാ മലയാളികളും, അതിൽ ഞാനടക്കം. പക്ഷേ നമ്മുടെ ഇന്ത്യ, യമന്, ഇവിടുത്തെ ഭരണകൂടം ഒത്തിരി കേന്ദ്രം, കേരള, സംസ്ഥാനം എല്ലാ ഭരണകൂടവും രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ച് നടത്തിയിട്ട് ഇന്ത്യക്കും സാധിക്കാത്തൊരു കാര്യം. അതുപോലെ തന്നെ യമൻ ഭരണകൂടത്തിനും സാധിക്കാത്തൊരു കാര്യം. ഇവിടെ യമൻ എന്നാൽ ഒരു യുദ്ധഭൂമി, യുദ്ധം കഴിഞ്ഞ ഒരു എംബസി സിസ്റ്റമോ ഒരു ഭരണകൂട സിസ്റ്റമോ തകരാറിലായ ഒരു നാടാണ്. അവിടെ ഈ യമൻ, സൗത്ത് യമൻ, നോർത്ത് യമൻ, ഈ കൊല്ലപ്പെട്ട തെലാൽ ഈ നോർത്ത് യമനിലാണ്. യമനിൻ്റെ പഴയകാല ഭരണകൂടത്തിൻ്റെ അണ്ടറിലാണ് ഈ സൗത്ത് യമൻ. അപ്പോൾ ഇപ്പോൾ ഇന്ന് പ്രോപ്പറായിട്ടുള്ളൊരു ഭരണകൂടമോ എംബസിയോ സംവിധാനമോ ഇല്ലാത്ത ഈ യമനിൽ ഈ കൊല്ലപ്പെട്ട തെലാലിൻ്റെ സഹോദരങ്ങളോ മറ്റോ ഞങ്ങളെ സഹോദരൻ്റെ ചോരക്ക് പകരം ചോദിക്കണം, ആ ചോരക്ക് പകരമാവണം, നമുക്ക് ബ്ലഡ് മണി അല്ല വേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ ഭരണകൂടത്തിനോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ നേതാക്കൾക്കോ ഒന്നും ചെയ്യാനില്ല. ആ ഇന്ത്യൻ ഭരണകൂടവും യമൻ ഭരണകൂടവും അതിൽ തലകുനിച്ച് പരാജയം സമ്മതിച്ച് ഇവിടെ മണിക്കൂറുകൾ ബാക്കി മാത്രം കൊലക്കുറ്റത്തിന് വിധിച്ച ആ സമയത്താണ് നമ്മുടെ ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി അല്ലെങ്കിൽ ഷെയ്ഖ് അബൂബക്കർ ഉസ്താദ്, അബൂബക്കർ ഉസ്താദ്, AP ഉസ്താദ്, നമുക്കങ്ങനെ അറിയാം. പക്ഷേ ഈ AP ഉസ്താദ് ഷെയ്ഖ് അബൂബക്കർ എന്നത് ഈ അറബ് നാടായ പണ്ഡിതന്മാരുടെ നാടായ യമനിലേക്ക്, അവിടെ യമനിൽ വല്ല ഗ്രാൻഡ് പരിപാടികളുണ്ടെങ്കിൽ ഇത് ഗസ്റ്റായിട്ട് ക്ഷണിക്കപ്പെട്ട ഒരാളാണ്. യമനിലുള്ള ആളുകളോട് ഒരു പക്ഷേ യമനുകാർ ചോദിക്കുക, നിങ്ങൾ ഇന്ത്യയിലാണോ, ഷെയ്ഖ് അബൂബക്കറിൻ്റെ ആളാണോ അല്ലെങ്കിൽ ഷാറൂഖ് ഖാൻ്റെ ആളാണോ എന്ന് നമ്മൾ കേട്ട്. അപ്പോൾ ഈ യമനിൽ അബീബ് ഉമർ എന്ന ആള്, ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇവിടെ നമ്മുടെ നാട്ടിൽ സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത് രോഗ സന്ദർശനത്തിന് വേണ്ടി മാത്രം ഇവിടെ വന്നൊരു വ്യക്തിയാണ്. ലോക പണ്ഡിതനാണ് അബീബ് ഉമർ. മാത്രമല്ല നമ്മുടെ മയദിൻ അക്കാദമി പോലെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിനും പൊതുപരിപാടികൾക്കും ഗസ്റ്റായിട്ട് ഷെയ്ഖ് അബൂബക്കർ AP ഉസ്താദ് ക്ഷണിക്കപ്പെട്ട ഒരാളാണ് ഈ അബീബ് ഉമർ. അപ്പോൾ ഈ രാഷ്ട്രീയ സംവിധാനങ്ങൾ, രാഷ്ട്രീയ അധികാരങ്ങൾ രണ്ട് നാടുകളുടെ കയ്യിൽ നിന്നും പോയി, ഇങ്ങനെ സ്വാധീനക്കുറവ്. മാത്രമല്ല ഇന്ത്യയും യമനുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത നാടാണ്. ആ സമയത്താണ് ഇരു നാട്ടിലുള്ള മുസ്ലിം പണ്ഡിതരുടെ ഇടപെടൽ ഈ രാഷ്ട്രീയ മേൽക്കോയ്മയ്ക്ക് മേലെ വന്നത്. അതാണ് നമ്മുടെ കൺകുളിർക്കുന്ന സന്തോഷ വാർത്തകൾ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇവിടെ വിധിക്കപ്പെട്ട ആ കൊലക്കുറ്റം, മണിക്കൂറുകൾ ബാക്കി മാത്രം കാത്തിരിക്കുന്ന ആ കൊലക്കുറ്റം മരവിപ്പിച്ചു. ഈ ബാക്കിയുള്ള ചർച്ചകൾ നടക്കും. ഇവിടെ എവിടെയാണ് ചർച്ച നടക്കുന്നത്? ഈ ഒരു ഭാഗത്ത് ബ്ലഡ് മണി തന്നെ ഞങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ സഹോദരന് രക്തത്തിന് പകരം ചോദിക്കണമെന്നാണ് കുടുംബത്തോട്. അവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് അതല്ലെങ്കിൽ അവിടുത്തെ അധികാരികൾക്ക് നിങ്ങൾ അങ്ങനെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് പറയാൻ അധികാരമില്ല.
ഇവിടുന്ന് ഇന്ത്യൻ ഗവൺമെൻറ്റിലോ അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിലോ അങ്ങനെ പറയണമെന്ന് പ്രസ് ചെയ്യാൻ അങ്ങനെ ഒരു അധികാരമില്ല. ആ സമയത്താണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇവിടുന്ന് ഫോണിലൂടെയും കത്തിലൂടെയും പ്രതിനിധിയെ പറഞ്ഞയച്ചുകൊണ്ടും ഈ ഇസ്ലാമിക പണ്ഡിത ബന്ധം, സുഹൃത്ത് ബന്ധം, ഹബീബ് ഉമറുമായിട്ട് സുഹൃത്ത് ബന്ധം, ഒരു രാഷ്ട്രീയ അധികാരികളുടെ മേലെ ഈ ഹബീബ് ഉമർ അവിടെ സംസാരിച്ച് കുടുംബത്തോട് എന്താ വേണ്ടത് ചെയ്യാനുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ ഇന്ന് കേരളം ഒന്നാണ്. അതാണ് ഞങ്ങൾ പണ്ടേ പാടിയത്, സാരേ ജഹാം സെ അച്ച, ഞങ്ങൾ ഇന്ത്യയും കേരളവും ഒന്നാണ്, ഇത് പൂങ്കാവനമാണ്, ഇതിൽ എല്ലാ പൂക്കളും ഒന്നിച്ചിരിക്കും, എല്ലാ പൂക്കളും ഒന്നിച്ചിരിക്കും, അതിൽ എവിടെയെങ്കിലും വാടിച്ചിഞ്ഞ് പോകുന്ന പൂക്കളുണ്ടെങ്കിൽ ഞങ്ങൾ തട്ടും. ഏ ഗുലിസ്ഥാൻ ഹമാര, ഇത് ഇന്ത്യ എന്ന പൂങ്കാവനമാണ്. അതിൽ തെച്ചിയുണ്ടാവും, ചെമ്മന്തി ഉണ്ടാകും, മല്ലികയുണ്ടാകും, എല്ലാം ഒരു പൂങ്കാവനത്തിൽ ബുസ്താൻ, ഗുലിസ്ഥാൻ, അതാണ് നമ്മുടെ ഇന്ത്യ. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്, അതിലെങ്കിൽ ഷെയ്ഖ് അബൂബക്കറിന്, നമ്മുടെ ഇന്ത്യ ഗ്രാൻഡ് മുഫ്തി എന്നറിയപ്പെടുന്ന വാർദ്ധക്യത്തിൽ ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന AP ഉസ്താദിനും അതുപോലെ MLA ഹബീബ് ഉമർ പോലുള്ള പണ്ഡിതന്മാർക്കും നേതൃത്വത്തിന് ദീർഘായുസ് നൽകട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ജാതിയോ മതമോ വർണ്ണമോ വർഗമോ നാടോ വീടോ ഒന്നും നോക്കാതെ ഒന്നിരായ ഷെയ്ഖ് അബൂബക്കർ ഉസ്താദ്, AP ഉസ്താദ് ഈ ജീവന്റെ തുടിപ്പൊന്ന് നീട്ടിക്കിട്ടാൻ വേണ്ടി ഇടപെട്ടതിൽ നമ്മളെ മലയാള പച്ചവർത്തമാനം പറയുന്ന മലയാളത്തിലെ ഓരോ സംഘികളും സിങ്കിടികളും സംഘികൾക്ക് സിങ്കിടി പാടുന്ന ഒത്തിരി പേര് അവർ പറയുക ഹൂദിയുമായിട്ടുള്ള ബന്ധം ഷെയ്ഖ് അബൂബക്കറിനെ അന്വേഷിക്കണം. ഒന്നിനായി AP ഉസ്താദിന് ഹൂദിയുമായിട്ട് ബന്ധം അന്വേഷിക്കണം എന്ന് പറഞ്ഞ മലയാള മരവായകളെ ഒന്നുകിൽ മുഖത്തടിക്കണം, അല്ലെങ്കിൽ മൂക്കത്ത് കാർക്കിച്ച് തുപ്പണം ഈ സോഷ്യൽ മീഡിയ. നിങ്ങളെ അഭിപ്രായം പറയുക. ഓക്കെ, അനീഫ കട്ടുപാറ.